നാറൂല. അത്രയ്ക്ക് നാറ്റമാണ് നിങ്ങൾ എഴുതി വെക്കുന്നത്. സ്വന്തം ഭർത്താവിന് അടുത്ത വീട്ടുകാരുടെ വീട്ടിൽ പോവാൻ നോക്ക്. ചേച്ചിമാരെ, അമ്മായിമാരെ, അമ്മൂമ്മമാരെ, നിങ്ങളൊന്ന് അടങ്ങ്. എന്റെ മക്കളെ ഞാൻ നോക്കുന്നത് അന്തസ്സായിട്ട് ഞാൻ നോക്കും. വിഷമം തോന്നിയിട്ടുണ്ടാവല്ലോ കമന്റുകൾ വായിക്കുമ്പോൾ. അതിൽ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു തോന്നി? എന്ത് കമന്റിനോടായിരിക്കും, അല്ലെങ്കിൽ ആര് പറഞ്ഞ കമന്റിനോടായിരിക്കും? റീസെന്റ് ചേട്ടന്റെ താടി പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു താടി ഇല്ലാത്ത ആളുകളുടെ അസൂയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. താടി ഉള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും എന്റെ താടി എന്റെ മുഖത്താണുള്ളത്. അവരുടെ ദേഹത്ത് ഞാൻ കുത്തിക്കയറ്റുന്നില്ല. ഉണ്ടോ? എന്റെ താടി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഞാൻ നോക്കുന്നു. എന്റെ സീരിയലിൽ ഞാൻ അത് അഭിനയിക്കുന്നു. അത് വെട്ടിയോ നീട്ടി വളർത്തിയോ അത് എന്റെ ഭാര്യ പറയും, ഞാൻ നോക്കും. അല്ലാതെ നാട്ടുകാർക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ താടി ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് തന്നെ. സ്വന്തം ഭർത്താവിന് അടുത്ത വീട്ടുകാരുടെ വീട്ടിൽ പോവാൻ നോക്ക്. എന്നിട്ട് സംസാരിക്കുക എന്റെ താടിന്റെ കാര്യം. സ്വന്തം മക്കളെ നന്നാക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് താടിയുണ്ടോ, മുടിയുണ്ടോ, മീശയുണ്ടോ, അത് വെട്ടണോ അതോ നീട്ടി വളർത്തണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കും. സ്വന്തം കുടുംബത്തിന് ആദ്യം നോക്ക്. കേരളം നന്നാവാത്തതിന്റെ റീസൺ ഇത് വേറൊന്നുമല്ല. അടുത്ത വീട്ടിൽ കറണ്ട് പോയി ഒന്ന് നോക്കുന്ന ആൾക്കാർ സ്വന്തം വീട്ടിൽ വിളിച്ചുകൊണ്ടോ നോക്കണം ആദ്യം. നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യം ഞാൻ നോക്കാൻ വരുന്നില്ലല്ലോ. നിങ്ങളുടെ ഭാര്യ ഡൈ ചെയ്തോ ഭർത്താവ് താടി വെട്ടിയോ എന്ന് ഞാൻ നോക്കാൻ വരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അധികാരമില്ല എന്ന് പറയാം. ഞാൻ വളർത്തണോ വേണ്ടെന്നുള്ളത് ഞാൻ ആലോചിച്ചോളാം. അത് എപ്പോഴാണെന്ന് വെച്ച് ഞാൻ വെട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ വെട്ടും. അത് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല. അയ്യോ, ആ താടി വെട്ടിയിരുന്നെങ്കിൽ ഭംഗി ഉണ്ടായേനെ. ചേച്ചിമാരെ, അമ്മായിമാരെ, അമ്മൂമ്മമാരെ, നിങ്ങളൊന്ന് അടങ്ങ്. സ്വന്തം ഭർത്താവിന്റെ മക്കളുടെ കാര്യം നോക്കാം. എന്റെ കാര്യം നോക്കാൻ എന്റെ അമ്മയും എന്റെ അനിയത്തിമാരും എന്റെ ഭാര്യയും എന്റെ ചേച്ചിയും എല്ലാവരും ഉണ്ട്. എനിക്കൊരു കുടുംബം ഉണ്ട്. നിങ്ങൾക്കില്ലാത്തത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചേച്ചി എന്താണ് ഒന്നും ഉണ്ടായിരിക്കുന്നത്? ചേച്ചിക്ക് പറയാനുള്ളത് പറയും. അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്. കാരണം ഈ നട്ടല് ഇല്ലാത്ത ആൾക്കാർ ഈ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് കണ്ടവന്റെ വീട്ടിൽ കയറി അവന്റെ ഭാര്യ എങ്ങനെയുണ്ട് ഇവന്റെ ഭാര്യ എങ്ങനെ നോക്കുന്ന ഇവരുടെ എല്ലാ സ്വഭാവത്തിന് ഞാൻ എന്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? വോയറിസ്റ്റിക് പ്ലഷർ, ഈ വൃത്തികെട്ട സൈറ്റിൽ മാത്രം കാണുന്ന ആൾക്കാരാണ് ഞങ്ങളെ നോക്കിയിട്ട് അവിടെ കണ്ടോ ഇവിടെ കണ്ടോ എന്ന് പറഞ്ഞ് നോക്കുന്നത്. ഈ വോയേഴ്സിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഫേക്ക് ഐഡി വെച്ച് ചെയ്യുന്നത്. എനിക്ക് ഒരു സംശയമില്ല. കാരണം അവർക്ക് ഞരമ്പ് രോഗമാണ്. അതിന് ചികിത്സിക്കാൻ നല്ല ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കാം. അത്രയേ ഉള്ളൂ. അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കിതൊന്നും അറിഞ്ഞൂടാന്നല്ല, എനിക്ക് തെറി വിളിക്കാനും അറിയാം. അത് പിന്നെ നിങ്ങൾക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാവും. അതുകൊണ്ടാണ് വിളിക്കാത്തത്. അല്ലെങ്കിൽ ഇവരെയൊക്കെ വിളിക്കേണ്ട പേരെന്താണെന്ന് എനിക്കറിയാം. എന്നെ ഇവര് എന്ത് വിളിച്ചാലും എന്നെ 10 പ്രാവശ്യം നിങ്ങൾ ആര് വേണമെങ്കിലും എന്നെ ഇപ്പൊ ആരെങ്കിലും എന്നെ കളവാന്ന് വിളിച്ചു എടുക്കുന്ന വീഡിയോ ആരെങ്കിലും വിളിക്കും കളവാന്ന് വെച്ചു. എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒരു മുടിയെങ്കിലും വെളുത്ത, ഒരു മുടി പോലും വെളുപ്പിക്കാൻ പറ്റാത്ത നിങ്ങളുടെ കമന്റ്സിന് എനിക്കൊരു വിലയില്ല. എനിക്കത് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വിളിക്കും. നിങ്ങൾ എത്രത്തോളം വിളിക്കുന്നത് എനിക്ക് കാണണം. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് ആർക്കും പ്രായമാവാറില്ല. നിങ്ങൾക്ക് ആർക്കും അപ്പൂപ്പനും അമ്മൂമ്മയും ഇല്ല, അമ്മാവനും അമ്മായിയും ഇല്ല, ചേട്ടനും ചേച്ചിയും ഇല്ല, അച്ഛനും അമ്മയും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ കിളവാന്നൊക്കെ വിളിക്കാൻ തോന്നും. നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തത് എന്റെ നോക്കിയിട്ട് നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. എൻ്റെ ഉള്ളത് ഞാൻ നോക്കിക്കോളാം. അതിന് വലിയ കാര്യം പറഞ്ഞ് എനിക്ക് വയ്യ അല്ലേ ചേട്ടാ എന്ന് പറഞ്ഞ ഏതോരുത്തന് അവൻ അവിടെ നിന്ന് ഫേക്ക് ഐഡിന്ന് അതേ മോളെ ഇവരങ്ങനെയാണ്. ഈ സ്വഭാവത്തിന് ഞാൻ എന്താ പറയണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. അട്ടല്ലില്ലാത്ത കുറെ ജന്മങ്ങൾ ആയി. ഇതാ നന്നായ ഇവരെ കണ്ടിട്ടാണോ ഞാൻ ജീവിക്കേണ്ടത്? ഞാൻ പണിയെടുക്കുന്നുണ്ട്, ഞാൻ സമ്പാദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബത്തിനെയോ എൻ്റെ കുടുംബത്തിലെ ഏതൊരംഗമായാലും, അത് ഭാര്യയായാലും എൻ്റെ മക്കളായാലും അച്ഛനായാലും അമ്മയായാലും ഇവരാരെയും പറയാൻ നിങ്ങൾക്ക് ഒരു അധികാരമില്ല. കാരണം അതിന് മിനിമം ഒരു കുടുംബ മഹിമയോ അല്ലെങ്കിൽ ഒരു ജനസോ വേണം. അതില്ലാത്ത ആൾക്കാരെ പറയാൻ വരണ്ട. സ്വന്തമായിട്ട് സ്വന്തം ഫോട്ടോ വെച്ച് സ്വന്തം കുടുംബത്തിന്റെ ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യും. ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും ഫോട്ടോ കൂടെ വെച്ചിട്ട് നിങ്ങൾ എഴുതുന്ന ഈ അസഭ്യം എഴുതി കാണിക്കും. എന്നിട്ട് അവർ വായിക്കട്ടെ നിങ്ങളുടെ സ്വഭാവം എന്താണ്, എന്നിട്ട് കാണാൻ. അതിന് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാ. ഞാൻ വെല്ലുവിളിക്കാം. ഞാൻ പല ആൾക്കാർക്ക് ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. ഇവർക്കൊക്കെ എന്ത് പറ്റി? വിറയിൽ പിടിച്ചോ, പനി പിടിച്ചോ? നമ്പർ ഞാൻ തന്നാണല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കും. ഞാൻ ഓരോ ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ മുഖത്ത് നോക്കി വിളിക്കും. ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ കിളവാന്ന് വിളിക്കും. ഞാൻ ഒരു അനക്കം ഉണ്ടാവില്ല എനിക്ക്. കുട്ടുസൻ ഡാഗിനി, ഈ കുട്ടുസനും ഡാഗിനി അവര് കല്യാണം കഴിച്ചില്ല, ഞങ്ങൾ കല്യാണം കഴിച്ചു. കുട്ടുസനും ഡാഗിനി ലിവിങ് ടുഗദർ അല്ലേ? അപ്പൊ പിന്നെ അതല്ല ഞങ്ങൾ കല്യാണം കഴിച്ചവരാ. അപ്പൊ കുട്ടുസനും ഡാഗിനി അല്ല. പിന്നെ പെരട്ടത്തള്ളാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ പിന്നെ അമ്മയെ നിങ്ങൾ തള്ളയെന്നാണ് വിളിക്കുന്നത്, പെരട്ടത്തള്ളയെന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനെയും ചേട്ടനെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത്?
സ്വന്തമായിട്ട് നാവ് എടുത്ത് നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും ചേട്ടനെയൊക്കെ എന്താണ് വിളിക്കുന്നത് അതല്ലേ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ അറിയും, അല്ലെങ്കിൽ അവരൊന്നും മറച്ചിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അന്തസ് വേണം, നട്ടല് വേണം, പറയാനുള്ള കാര്യം നേരിട്ട് പറയാൻ നോക്കണം. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്, എല്ലാവരോടായിട്ട് പറയാം. അയ്യോ അവൻ തൊട്ടു, അതെ എന്റെ ഭാര്യയെ ഞാൻ തൊട്ടത്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അയ്യോ കെട്ടിപ്പിടിക്കുന്നു പബ്ലിക്കില്. നിങ്ങൾ ഇതിനേക്കാളും വൃത്തികേട് കാണിക്കാൻ നിങ്ങൾ പബ്ലിക്കിൽ എഴുതുന്ന ഈ വൃത്തികേട് നിങ്ങളെ കുടുംബം 10 ജന്മം കുളിച്ചാലും നാറില്ല. അത്രയ്ക്ക് നാറ്റമാണ് നിങ്ങൾ എഴുതി വെക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും ചെന്ന് കുളിച്ചാലും കടലിൽ ചെന്ന് കുളിച്ചാലും ഈ നാറ്റം പോകില്ല. അത്രയ്ക്ക് നാറിയ ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഭാഷ സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അതൊരു പബ്ലിക് ഫോറം ആണെന്ന് റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇല്ലാത്തത് അതാണ്, മര്യാദ കൊടുക്കാൻ അറിയാത്തത്. എനിക്കറിയാം, എനിക്ക് മര്യാദ എന്താണെന്ന് അറിയാം, മര്യാദ കൊടുക്കാൻ എങ്ങനെയാണെന്ന് അറിയാം, മര്യാദ വാങ്ങിക്കാൻ എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ കിളവനും ആവൂല, ലുട്ടാപ്പി ആവില്ല, കുട്ടൂസനും ആവില്ല, കുഞ്ഞുമോള് പെരട്ട തള്ളയും ആവില്ല, ഡാഗിനും ആവില്ല. നിങ്ങൾക്ക് അതിൻ്റെ അസൂയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണേ പോയി ചെയ്യും. നിങ്ങൾ പോയി കേസ് കൊടുക്കുക. അങ്ങനെ വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും നിങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ ഞാൻ അങ്ങ് ഹനിച്ചു എന്ന് പോയി പറ. ഞാൻ വക്കീല, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കേസ് കൊടുക്കാതെ നിങ്ങളെക്കുറിച്ച് ഞാൻ ചീത്ത പറഞ്ഞു പറഞ്ഞിട്ട് അപ്പം നിങ്ങളുടെ വീട്ടുകാരറിയും നിങ്ങൾ എന്താ എഴുതുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്. കുറച്ചൊക്കെ നാണം മാനം വേണം, നട്ടല് വേണം, സ്വന്തം പേര് പറയാനുള്ള ധൈര്യം വേണം, അച്ഛൻ്റെ പേര് ചേർത്ത് വെക്കാനുള്ള ധൈര്യം വേണം. എനിക്കതുണ്ട്, നിങ്ങൾക്കതില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. പറഞ്ഞോ, ചോദിച്ചോ. അതുകൊണ്ട് കമന്റ് ഉണ്ടായിരുന്നു, കാമം കൊണ്ട് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നു. കാമം കൊണ്ട് ഇത് എന്റെ ഭാര്യയുടെ കാലായിട്ട് വിചാരിച്ചു. അയ്യോ എനിക്ക് നിന്നോട് ഒരു സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇവരൊക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്വന്തമായിട്ട് ചെന്ന് ഇപ്പൊ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് ആഹാരം പോലും കഴിക്കാതെ നിങ്ങൾ വീഡിയോ എടുക്കുന്നു. റെസ്പെക്ട് യുവർ വർക്ക്. ഞാൻ മീഡിയക്കാരനായിട്ട് ഞാൻ ഇതേപോലെ ഇന്റർവ്യൂവിന് പല സ്ഥലത്തും ചെന്ന് നിന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ ചീത്തയും കേട്ട് ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. 700 ഇന്റർവ്യൂസ് ഞാൻ എയർ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കിതിന്റെ റെസ്പെക്ട് അറിയാം. പക്ഷേ എവിടെയോ കിടക്കുന്ന വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ കാണിച്ച് ആ എച്ചിലിൻ്റെ പിന്നെയും വേറൊരു ചെയ്ത് അതിന് കമൻറ്റ് ചെയ്ത് അതിന് താഴെ ഇല്ലാത്ത കഥ ഉണ്ടാക്കി ഞങ്ങളെ ചീത്ത വിളിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ എന്താ പറയുക? അവരെയൊക്കെ വാക്കിന് ഞാൻ വില പോലും കൊടുക്കരുത്. എന്നിട്ടും വില കൊടുത്തു കഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കുന്ന ലെവൽ പറഞ്ഞാൽ എന്തോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അവസാനം എന്ന് വിചാരിച്ചിരിക്കണം. ഇല്ല, എനിക്ക് എൻ്റെ ലോകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിനകത്ത് കഥപടച്ച് കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, എൻ്റെ മക്കൾ, ചേച്ചി, അനിയത്തി, എനിക്ക് വലിയൊരു ലോകമുണ്ട്. അതില്ലാത്തവർക്ക് അതിൻ്റെ വില മനസ്സിലാവില്ല. അവർ ഈ എച്ചിൽ കൊണ്ട് ഇന്ന് ജീവിക്കും, കുഴപ്പമില്ല. അതിൽ എനിക്കൊരു പ്രശ്നം. നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കൂലേ? അല്ല, ഈ കാണും ഇപ്പൊ മഞ്ഞപ്പിത്തമുള്ള കണ്ണിന് എല്ലാം മഞ്ഞയായിട്ടേ കാണുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത് കാമമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണാം. നിങ്ങൾക്ക് എന്തോ മാനസിക രോഗമുണ്ട്, വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചികിത്സിക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ സൈക്കോളജിസ്റ്റാണ്, ഞാൻ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ചികിത്സയും തരാം. പക്ഷേ ഇതൊരു വലിയൊരു നേട്ടമാണെന്ന് കരുതി അങ്ങനെ കയറി അങ്ങ് വലിയ എന്തോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഉരുകിപ്പോകും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ. നിങ്ങൾ എന്ത് വേണേ പറഞ്ഞു, നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ഉരുകാത്ത ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഉരുകുമെന്ന് വിചാരിച്ച് ഞാൻ തെറ്റാണ്. സോറി സുഹൃത്തെ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇത്തരത്തിലുള്ള സദാചാര അമ്മാവന്മാരിപ്പോ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാവനും അമ്മായിയോ അതൊന്നും പ്രശ്നമല്ല. ഇവരാർക്കും ഇവരുടെ പ്രായം കൂടുന്ന അറിയുന്നില്ല. ഇവരാരും അമ്മാവനും അമ്മായിയാണെന്ന് അംഗീകരിക്കുന്നില്ല. ഇവരൊക്കെ ഞങ്ങളെ കയറി കളവാക്കളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങളെക്കാളും 10-20 വയസ്സ് മൂപ്പുള്ള ആൾക്കാരാണ്. അതും 10-15 വർഷമായിട്ട് അവർ യൂട്യൂബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രേ ആയിട്ടുള്ളൂ. യൂട്യൂബൊക്കെ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. 15 വർഷമല്ലേ ആയിട്ടുള്ളൂ യൂട്യൂബ് വന്നിട്ട്. ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 40-49 കൊല്ലായി. ഞാൻ ഈ ലോകം കാണാൻ തുടങ്ങിയിട്ട് 49. യൂട്യൂബിൽ ജീവിക്കുന്ന ആ ജീവിതം ഞാൻ പുറത്താണ് ജീവിച്ചിട്ടുള്ളത്. ഞാൻ ജീവിതം കണ്ട്, കഷ്ടപ്പാടുകൾ കണ്ട്, ദുബായിൽ കഷ്ടപ്പെടുന്ന ലേബർ ക്യാമ്പിലുള്ള ആൾക്കാർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവിടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ എന്ത് പ്രശ്നത്തിൽ കിടക്കുകയാണെന്ന്, അവിടെ എന്തൊക്കെയാണ് ഇഷ്യൂ എന്ന് കണ്ട് വളർന്ന് ഓരോ സമയവും എന്താണ് ഓരോ രൂപയുടെയും വിലയെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ഏതോ ഒരാളെടുത്ത വീഡിയോ എടുത്തിട്ട് അതിൻ്റെ മേളിൽ കയറി ഡയലോഗ് അടിച്ചിട്ട് അതിൽ കിട്ടുന്ന പൈസയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്നെ പറയാൻ അധികാരമില്ല. കാരണം ഞാൻ നന്നായി തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളാണ്. എൻ്റെ ക്ലയൻസിനടുത്ത് ചോദിച്ചാൽ അറിയാം, ഞാൻ ഒരാളെ പോലും ഞാൻ ഹൈ ആയിട്ട് പ്രൈസ് ചെയ്ത് ഞാൻ അവരെ പറ്റിച്ച് ഞാൻ ജീവിക്കുന്ന ആളല്ല. ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ബഡ്ജറ്റ്സ് പറയും, ഞാൻ വർക്ക് ചെയ്യാം. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാനേ അറിയാം. കാരണം
നേരും നെറിയുമായിട്ട് വർക്ക് ചെയ്യുന്ന ആ ദിവസം വരെ ഉള്ളൂ എനിക്ക് ദൈവം എനിക്ക് എൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ എൻ്റെ പണിയോ തരത്തുള്ളൂ. എന്നാണോ ഞാൻ ഈ മോശ സ്വഭാവം കാണിക്കുന്നത്, അന്ന് എൻ്റെ കാലിന് താഴെയുള്ള മണ്ണ് പോയി തുടങ്ങും. അത് ഇവരാരും അറിയുന്നില്ല. ആ മണ്ണ് പോയി എന്തെങ്കിലും തെന്നി താഴെ വീഴുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഒരാളുടെ മനസ്സ് നോവിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമാണ്. ആ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിന് കറക്റ്റായിട്ട് അത് തന്നെ അനുഭവിച്ചിട്ട് തന്നെ ഈ ലോകത്ത് നിന്ന് പോകാൻ പോകും. ഇത് കർമ്മ എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെയും സ്പിരിച്വാലിറ്റിയും ഒന്നുമല്ല ഞാൻ പറയുന്നത്. കർമ്മ എന്ന് പറയുന്നത് സത്യമാണ്. നിങ്ങൾ ഒരാളെ അടിച്ചോ, നിങ്ങൾക്ക് അടി കൊണ്ടിട്ടേ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് പോകത്തുള്ളൂ. നിങ്ങൾ ഒരാളെ നോവിച്ചോ, ആ നോവിക്കുന്ന അതേ നാണയത്തിൽ നിങ്ങൾ ആൾക്കാരെ ചീത്ത പറഞ്ഞ് നിങ്ങൾ നാറി വിഷമിച്ച് കരഞ്ഞിട്ടേ ഈ ലോകത്ത് നിന്ന് പോകും. എന്നെ കുറ്റം പറയുന്ന ആൾക്കാർ എനിക്ക് പ്രശ്നമേ ഇല്ല, എനിക്ക് ചിരിയാ വരുന്നത്. ഇവർക്ക് കേൾക്കുമ്പോൾ ഇവർക്ക് അത് താങ്ങാനുള്ള ശക്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്നെ പറയുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കാതെ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റില്ല. അത് ഞാൻ പറയില്ല. അതിൻ്റെ പേരാണ് കർമ്മം. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആരാണോ വിതച്ചവൻ കൊയ്യും എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ വിതയ്ക്കുന്ന ഈ വൃത്തികെട്ട വാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിന് നേരെ വരുമ്പോൾ നിങ്ങൾ കണ്ണീരൊഴുക്കുമ്പോൾ തുടയ്ക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. അന്ന് എന്നെ വിളിക്കുക, ഞാൻ വന്ന് തുടച്ചുതരാം. എനിക്ക് അതിലും വിരോധമില്ല. കാരണം നിങ്ങൾക്ക് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. നിങ്ങളുടെ വിഷമത്തിൽ വിഷമിക്കേണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാം. അന്ന് ചീത്ത പറഞ്ഞ് നിങ്ങൾ ആരാണോ നിങ്ങളെ ചീത്ത വിളിക്കുന്നത് അവർക്കെതിരെയല്ല പോവുക, നിങ്ങളുടെ കൂടെ നിൽക്കാനേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. കാരണം വിഷമിപ്പിക്കുന്നവൻ വിഷമിച്ചിട്ടേ ഈ ലോകത്തുനിന്ന് പോകുള്ളൂ. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു ജീവിതവും ജീവിക്കുന്നത്. ഓരോ ദിവസവും ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലതോ എന്തെങ്കിലും ഒരു നന്മയോ ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെനിക്ക് കോടിക്കണക്കിന് പൈസ ഉണ്ടായി ഞാൻ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്ത് ഞാൻ വലിയ സംഭവമൊന്നുമല്ല. ഞാനൊരു വലിയ ഫിലാന്ത്രപ്പിസ്റ്റ് ആണെന്നോ സീതക്കാത്തിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. ഞങ്ങൾക്കും നോർമൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടേ അത് ചെയ്യുന്നു. അത് ഞങ്ങൾ തമ്മിലുള്ള എന്ത് ഇതാണെങ്കിലും അത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നോക്കാൻ വരണ്ട. ഇതിനിടയ്ക്ക് ഇപ്പോൾ ആൾക്കാർക്ക് വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പ്രഗ്നൻ്റായി 3 മാസം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത മാസം ഡെലിവറിയാണ്. പട്ടിയാണ് 4-5 മാസത്തിൽ പ്രസവിക്കുന്നത്. ഇത് മനുഷ്യ സ്ത്രീയാണ്. അതും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം. അപ്പോൾ അമ്മാവനും അമ്മായിക്കും വേറെ പണിയില്ലല്ലോ, ഷോ പിന്നെയും അപ്പം പറഞ്ഞു അന്ന് നിങ്ങൾ ഇതേ പറയും. കാരണം നിങ്ങളുടെ കുടുംബ മഹിമ ഇത്രയും നിങ്ങൾ ഇങ്ങനെയാണ്. അത് നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതേ ചെയ്യൂ. നന്നാവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. അമ്മാവാത്തല്ലല്ലേ നന്നാവൂല എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ നന്നാവില്ല, എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ കുറേ കാലമൊക്കെ ഗെറ്റ് വെൽ സൂൺ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്നാവില്ല എന്നുള്ളത് എനിക്കറിയാം. ഇനി ഇതിന് ചീത്ത വിളിച്ചോ, എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ പറഞ്ഞതിനല്ലേ ചീത്ത വിളിക്കും. എൻ്റെ ഭാര്യയുടെ തോളത്ത് കൈവച്ച് അയ്യോ ഇവൻ തോളത്ത് കൈവയ്ക്കുന്നത് ഷോ. ഇവൻ സ്വന്തം ഭാര്യനെ ഞാൻ ഓഫീസിൽ പോകാന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിൻ്റെ കഥവ് തട്ടുന്ന ആളായിരിക്കും. എന്നിട്ടാണ് ഇവര് പറയുന്നത് എൻ്റെ ഭാര്യനെ തോളത്ത് കൈവച്ച്. എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നത് അന്ത സൈഡ് ഞാൻ നോക്കും. അല്ലാതെ കണ്ടവൻ്റെ എച്ചിൽ മാന്തിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് എൻ്റെ കഴിവിൽ കുഞ്ഞുമോൾ വർക്ക് ചെയ്ത് ഞാൻ വർക്ക് ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈസയിൽ ഞങ്ങളുടെ കുടുംബം ജീവിക്കും. നിങ്ങൾ നോക്കാൻ വരണ്ട. ഞങ്ങളുടെ മക്കളെ വേറെ ആർക്കും വളർത്താൻ കൊടുത്തിട്ടില്ല. ഞങ്ങളാണ് വളർത്തുന്നത്. നിങ്ങൾ പറയണ്ട ഞങ്ങളുടെ കുട്ടികൾക്ക് എന്താവും. ഞങ്ങൾ നോക്കും, അന്തസ്സായിട്ട് നോക്കും. ഒരു അച്ഛനും അമ്മയായിട്ട് ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. അതിപ്പോൾ ഞങ്ങൾക്ക് 2 മക്കളല്ലാതെ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ വേറെ 6 ജീവനുണ്ട്. പട്ടിക്കുട്ടികളൊന്നല്ല. ഞങ്ങൾ അതും നോക്കും. കാരണം അവർക്ക് അറ്റ്ലീസ്റ്റ് നന്ദിയെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് അതുമില്ല. ഇല്ലേ? ഇല്ലല്ലോ. ചേച്ചിക്ക് ഏത് കമന്റ് വായിക്കുമ്പോൾ ഇത്ര വിഷമം തോന്നിയിട്ടുണ്ടാവല്ലോ കമന്റുകൾ വായിക്കുമ്പോൾ? അതിൽ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും തോന്നുന്നത്? എന്ത് കമന്റിനോടായിരിക്കും? അല്ലെങ്കിൽ ആര് പറഞ്ഞ കമന്റിനോടായിരിക്കും? ആര് പേരൊന്നല്ല, അല്ല ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്. പിന്നെ മക്കളെയൊക്കെ ചേർത്ത് പറയുമ്പോൾ വിഷമം. അതെല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമല്ലേ. പക്ഷെ അവരവർക്ക് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. മറ്റുള്ളവരെ കുത്താനല്ല. മറ്റുള്ളവരെ വേദനയിൽ സന്തോഷിക്കുന്നവരാണ് അധികം ആൾക്കാർ. അങ്ങനെയുള്ളവരുടെ കമന്റ് ചെയ്യുള്ളൂ. മറ്റുള്ളവർ നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നത്. അവർക്ക് മക്കളും കുടുംബമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും മക്കളെയൊക്കെ ചേർത്ത് പറയണമെങ്കിൽ എന്തുമാത്രം മനസ്സ് കട്ടി ഉണ്ടാവണം എന്നാണ് ഞാൻ അറിയുന്നത്. ഈ കമന്റ് ഇടുന്നവർ നിങ്ങളെ അടുത്തറിയാത്തവരും ഫേക്ക് ഐഡിയ ആകുമ്പോൾ നമുക്ക് ആരും അറിയില്ലല്ലോ. ഇത് ആരാണ് എന്താണ് ചെയ്തതെന്ന് അറിയില്ല. നമ്മളറിയും. ചിലപ്പോൾ നമ്മളോട് ദേഷ്യമുള്ളവരായിരിക്കാം, അറിയുന്നവർ തന്നെ ആയിരിക്കാം ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട്. ചുമ്മാ അവർക്കൊരു രസം.
നമ്മൾ വേദനിക്കുമല്ലോ, അപ്പൊ അതിന് സുഖം കണ്ടെത്തുന്നുണ്ടാവും. ഓരോരുത്തർക്ക് ഓരോരു സുഖം പലതരം എന്നെ തരത്തിലല്ലേ. കണ്ടിട്ട് വല്ല വേദനിച്ചായിട്ട് വല്ലതും തോന്നുന്നു? ഇല്ലില്ല. ഞങ്ങൾ ഇപ്പൊ കാണുമ്പോൾ ചേട്ടൻ ഹാപ്പിയാണ്, അല്ല, ചേച്ചി ഹാപ്പിയാണ്. ഇത് മറ്റേ മത്സ്യപ്രത്താശിന് എന്നെ ശരിക്കും നോക്കി അല്ല വേദനിച്ചായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചു ചെയ്യുന്നത്. സോറി, ഞാൻ ആ ടൈപ്പേ അല്ല. എൻ്റെ മുഖത്ത് നോക്കി ആൾക്കാർ തെറി വിളിച്ചാലും താങ്ക് യു സെയിം ടീം മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ വെറുതെ വിളിച്ചിട്ട് നാക്ക് വൃത്തികളാക്കി. താങ്ക് യു സെയിം ടീം പറഞ്ഞാൽ അവർക്കത് കിട്ടിയത്. നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടിട്ട് പോവുക, ഹാപ്പിയായിട്ട് കാണാം, നമ്മളും ഹാപ്പിയായിട്ട് കാണാം, അത്രയും ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ സന്തോഷത്തിൽ അല്ല ജീവിക്കാം. ഞാൻ ബാക്കിയുള്ളവരോട്, അതായത് കുറേ ആൾക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് വലിയ ഇൻസ്പിറേഷനായി സന്തോഷമായി എന്ന് പറയുന്ന ആൾക്കാരോടും ഞങ്ങൾക്ക് വേണ്ടി സ്നേഹവും നല്ല കമൻസ് വിടുന്ന ആൾക്കാരോട് ഇത്രയും ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞു. അവരോട് പറയാനുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ഒത്തിരി വാല്യൂ ഉണ്ട് നിങ്ങളുടെ ഓരോ സ്മൈലിനും. കുഞ്ഞുമോൾ പാവം ഇരുന്ന് ഓരോന്നും ലൈക്ക് ചെയ്യും, അങ്ങനെ ചെയ്യുന്നത് അത് സ്നേഹം കൊണ്ടാണ്. നേരിട്ട് വന്ന് സ്നേഹം പറയുന്നവരുണ്ട്. ഞങ്ങളുടെ ജീവിതാനുഭവം അവരുടെ ജീവിതത്തിലും അതുപോലെയാണ് നടന്നതെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഇൻസ്പിറേഷനായി എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീൽ വളർത്താൻ വേണ്ടിയിട്ടല്ല. കല്യാണത്തിന് മുന്നേ ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ആരും ചോദിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വിട്ടേക്കാം. ഞാൻ ഒരു പ്രശ്നത്തിനും ഞാൻ മിണ്ടാതെ നോക്കാം, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഏതിനെയും ഇതെൻ്റെയൊക്കെ അത് അസൂയാന്ന് പറയും. ആ രോഗത്തിന് മരുന്നില്ല ചേട്ടാ, ചേച്ചി, അമ്മായി, അമ്മവ, അപ്പുപ്പ, അമ്മമ്മ. മര്യാദകളോട് പറയാണ്, എടാ എന്ന് ചേർത്ത് വിളിക്കാനും ബാക്കി വാല് ചേർത്ത് വിളിക്കാനും പിന്നെ അത് കഴിഞ്ഞ് താഴോട്ടുള്ള ആ പേരുകൾ ചേർത്ത് വിളിക്കാനും ഒക്കെ എനിക്ക് അറിയാനില്ല. പക്ഷെ നിങ്ങൾ അതൊന്നും അർഹിക്കുന്നില്ല. ഞങ്ങളെ സ്നേഹിച്ചവർക്ക് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന അത് തന്നെയാണ് ഞങ്ങളെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് എന്ത് ഒരു വിഷമമുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ആ ധൈര്യമാണ് ഞങ്ങൾക്കുള്ളത്. താങ്ക് യു വെരി മച്ച്.